നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് നേതൃമാറ്റം. വി.പി. അനിൽ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി. വി.പി. അനിലിനെ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പാർട്ടി ഏകകണ്ഠമായാണ് അനിലിനെ തെരഞ്ഞെടുത്തത്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുമെന്ന് വി.പി. അനിൽ പറഞ്ഞു. 3 ദിവസങ്ങളിലായി താനൂരിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് വി.പി. അനിലിനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. മുൻ സെക്രട്ടറി വി.പി. അനിലിന്റെ പേര് നിർദ്ദേശിച്ചു. അംഗങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. പാർട്ടി ജില്ലാ സെന്ററിൽ ദീർഘകാലമായുള്ള പ്രവർത്തന പരിചയവും പൊതുസ്വീകാര്യനുമാണ് എന്നതാണ് വി.പി. അനിലിന് അനുകൂലമായത്. EN മോഹൻദാസ് ആരോഗ്യ പ്രശ്നങ്ങളാൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധത പാർട്ടിയെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് പാർട്ടി വി.പി. അനിലിലേക്ക് എത്തിയത്. ശുചീകരണ ജോലിക്കിടെ വയോധികയുടെ കാൽ ഇരുമ്പ് കൈവരികളിൽ കുടുങ്ങി. 2 മണിക്കൂർ ദുരിതം, ഒടുവിൽ രക്ഷ. വടകരയിൽ ശുചീകരണ ജോലിക്കിടെ സ്ത്രീയുടെ കാൽ ഇരുമ്പ് കൈവരികൾക്കിടയിൽ കുടുങ്ങി. 2 മണിക്കൂർ നേരം കെട്ടിടത്തിൽ കുടുങ്ങിയ വയോധികയെ അഗ്നിരക്ഷാസേന അംഗങ്ങളെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഒഞ്ചിയം സ്വദേശിനി 72 വയസ്സുള്ള ചന്ദ്രയാണ് വടകരയിലെ സ്വകാര്യ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ശുചീകരണ ജോലിക്കിടെ കുടുങ്ങിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കൈവരികൾ മുറിച്ച് പരിക്കുകളില്ലാതെ വീട്ടമ്മയെ രക്ഷിച്ചു. ഓടിക്കൊണ്ടിരുന്ന CNG ഓട്ടോറിക്ഷയിൽ നിന്ന് തീയും പുകയും, പിന്നാലെ നിന്ന് കത്തി. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് അപകടം. CNG ഓട്ടോയ്ക്കാണ് തീപിടിച്ചത്. ശക്തൻ സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. ശക്തൻ സ്റ്റാൻഡിലെ ആകാശപാതയ്ക്ക് സമീപമുള്ള പച്ചക്കറി മാർക്കറ്റിന് സമീപത്ത് വെച്ചാണ് ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത്. CNG ഓട്ടോറിക്ഷയിൽ ഗ്യാസ് ലീക്കായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന. ബൈക്ക് യാത്രികനാണ് ഓട്ടോയിൽ നിന്ന് തീ പടരുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഡ്രൈവർ വാഹനം നിർത്തി രക്ഷപ്പെട്ടു. വാഹനത്തിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഓട്ടോയുടെ CNG ടാങ്കിന് തീ പിടിച്ചിരുന്നില്ല. അതിനാൽ വലിയ പൊട്ടിത്തെറി ഒഴിവായി. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധി പുറത്ത്. കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു. കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. എറണാകുളം CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മുൻ MLAയും CPM നേതാവുമായ KV കുഞ്ഞിരാമന് 5 വർഷം തടവും വിധിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല, മാനസാന്തരത്തിന് സാധ്യതയുണ്ട്, പല സാക്ഷിമൊഴികളും വൈരുദ്ധ്യമുണ്ട് എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. അണ്ണാ സർവകലാശാലയിലെ പീഡനത്തിൽ പ്രതിഷേധം. ഖുഷ്ബു അറസ്റ്റിൽ. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തു. നടി ഖുഷ്ബു ഉൾപ്പെടെയുള്ളവരാണ് മധുരയിൽ നിന്നും അറസ്റ്റിലായത്. പ്രതിഷേധ റാലി നടത്താൻ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. നിരോധനാജ്ഞ ലംഘിച്ച ഖുഷ്ബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധം നടത്തിയതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് റാലി നടത്താനായിരുന്നു മഹിളാ മോർച്ചയുടെ ശ്രമം.